Hello, good morning. Good morning. Hello, my name is Varghese. ഞാൻ സ്പോർട്സ് കൗൺസിലിലെ മെമ്പറാണ്. മാഡം ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്ത് ഹെൽപ്പ്? അല്ല മാഡം, കോഴിക്കോട് തന്നെയാണ് മാഡം താമസം, വീട്? അല്ലല്ല, പുതുക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാഡം, ഞാനേ നമ്മുടെ സ്കൂൾ അത്ലറ്റിക് മീറ്റ് വരുന്നുണ്ടല്ലോ കോഴിക്കോട് വെച്ചിട്ട്, ഈ മാസം അവസാനത്തോടെ തുടങ്ങാൻ പോവാണേ. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് പ്രധാന വേദി. അപ്പൊ നമ്മൾ ഞാൻ അക്കോമഡേഷൻ കമ്മിറ്റിയിലുള്ളതാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ ശരിയായി കൊടുക്കേണ്ടത് ഞാനാണ്. കുറച്ച് ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇടുക്കി ഭാഗത്ത് നിന്നുള്ള ഒരു 8 വെടിക്കെട്ടുകാരും ഉണ്ട്. ഇതിപ്പോ കാലിക്കറ്റിനെ വെച്ചിട്ടല്ലേ നടക്കുന്നത്? അതെ. ഈ പുതുക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഗ്രാമമാണ്. ഇപ്പൊ അവിടേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് ഇതാ. പൊതുവെ ഇവിടേക്ക് ഓട്ടോ വിളിച്ചാൽ അങ്ങോട്ട് വരലില്ല, റോഡ് മോശാന്ന് പറഞ്ഞിട്ട്. അതൊരു വിഷയമുള്ള കാര്യമല്ല മാഡം. ഞങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ട്, വണ്ടിയിൽ ഞങ്ങൾ അവിടെ എത്തിക്കും. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, വീട്ടിൽ അച്ഛനും അമ്മയും അവരൊക്കെ സംഭവിക്കേണ്ട. അപ്പൊ അതാണ് അവരോട് ചോദിച്ചു നോക്കൂ. ഇവിടെ രാമനേട്ടന് നല്ല റെസിഡൻസ് ഒക്കെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും. അല്ല, ഇവിടെ കോഴിക്കോട് എവിടെയും റൂം കിട്ടാനില്ല സുഹൃത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ പബ്ലിക്കിന്റെ സഹായം തേടി നടക്കുന്നത്. പൈസ ഒരു വിഷയമുള്ള കാര്യമില്ല. പൈസ നിങ്ങൾക്ക് വേണ്ട പൈസ ഞങ്ങൾ എഴുതി തരും. എടുക്കേണ്ട ആവശ്യം നിങ്ങള് വേറെ എവിടെയെങ്കിലും നോക്കിക്കോളൂ. കോഴിക്കോട്ടേക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ചത് നമുക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാഡം? അല്ല, വെടിക്കെട്ടുകാർ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് സാധനം വെക്കാൻ അവരുടെ കയ്യിൽ ഒരു 500 ഗുണ്ടുണ്ടാവും, പിന്നെ കുറച്ച് പൂത്തിരി, മേശപ്പൂ, അങ്ങനെ കുറച്ച് പരിപാടി, ഒരു 5-8 വാണം. കാരണം ഇത് എന്താ വെച്ചാൽ കാരണം മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെച്ചിട്ടാണ് ആഘോഷം. കാരണം ഇവർക്ക് വെടിക്കെട്ടുകാർക്ക് ഗുണ്ട് കൊണ്ടുവരാതെ പറ്റില്ല. കാരണം 500 ഗുണ്ട് അവരെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ലോറിയിലാണ് വരിക. പൂക്കുറ്റിയെങ്കിലും വെക്കാനുള്ള കുറച്ച് സ്ഥലം കിട്ടുമോ? അതൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒന്നും ഇവിടെ നടക്കില്ല. അതിനൊക്കെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ മതി. പിന്നെ അവർക്ക് വേറൊരു കാര്യം വെച്ചൊക്കെ രാവിലെ അവിടെ ഗുണ്ട് പൊട്ടിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാ പറഞ്ഞത്, ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കണോ നല്ലത്. അല്ല, ഒഴിഞ്ഞ സ്ഥലമാണ് ഏകദേശം രാമനാട്ടുകര പ്രദേശം. അതായത് മെഡിക്കൽ കോളേജിൽ വിട്ടിട്ടാണ്. ഇപ്പൊ അഥവാ ഗുണ്ട് പൊട്ടിയിട്ട് വീട് തകർന്നു പോവുകയാണെങ്കിലും നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെടിക്കെട്ടുകാരെങ്ങനെ ഉടുക്കൂട്ടി പേടിപ്പിക്കില്ല വേണം. പേടിപ്പിക്കണമെന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. വെടിക്കെട്ടിനോട് താല്പര്യമില്ല, പക്ഷെ ജാക്ക് പാട്ടിനോട് താല്പര്യമുണ്ടോ? വെടിക്കെട്ടോ വേണ്ട, ജാക്ക് പാട്ടും വേണ്ടെന്നാണോ? Congratulations, Radio Mango's Jackpot and 5,000 rupees worth gift voucher. It's for Ansha.